തൊട്ടനുഭവിക്കാവുന്ന നമ്മുടെ കൺമുന്നിൽ കാണാവുന്ന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിശാലാർത്ഥത്തിൽ ഈ വിഷയങ്ങളെ സമീപിച്ച് നിലമ്പൂരിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുമ്പോഴാണ് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ഇപ്പോൾ അവിടെ നേരിടുന്ന ഒരു പ്രശ്നം ഈ വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. അതാണ് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന് നടത്താവുന്ന വിഷയങ്ങളിൽ പരിമിതികളുണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് UDF-ഉം കോൺഗ്രസും അവിടെ പ്രചാരണം നടത്തുന്നു. ഇപ്പോൾ അതെ, അത് UDF പോലും ആ വിഷയം മറച്ചു വെച്ചുകൊണ്ട് അവിടെ പ്രചാരണം നടത്തുന്നു. ഇപ്പോൾ അവർ അതാ തെരഞ്ഞെടുക്കപ്പെടുന്നു. നാളെ ഇപ്പോൾ അവർക്ക് അതിൽ എന്ത് ചെയ്യാനാകും എന്നതിലും പരിമിതിയുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ നടത്തേണ്ട ഇടപെടലുകൾ. പക്ഷേ ആളുകൾ അല്പം കൂടി അത് നമുക്ക് പോസിറ്റീവായി പോലും വേണമെങ്കിൽ കാണാം. എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകൾ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്നും BJP സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ LDF സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് ചെയ്യാനാകുന്നതിലെ പരിമിതികൾ മൂലം ആ സർക്കാരിന് അത് ചെയ്യാനായില്ല. പക്ഷെ അത് ഈ നിലയിൽ നെഗറ്റീവായി ബാധിച്ചു. അങ്ങനെ ഒരു നറേഷൻ വന്നാൽ അത് തെറ്റാകുമോ? ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയതിന്റെ പേരിൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാവും. ഒരുപക്ഷെ കൈരളി ചാനലിലും സകല ചാനലുകളിലും അതിന്റെ വീഡിയോ ചിലപ്പോൾ ഉണ്ടാവും ലൈബ്രറിയിൽ. എന്താണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് പ്രസംഗിച്ചത്? എന്തായിരുന്നു? ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട എല്ലാ മണ്ഡലവും, ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ തിരുവമ്പാടി നിയോജകമണ്ഡലം അടക്കമുള്ള വയനാട് പാർലമെന്റിലെ കോഴിക്കോട് ജില്ലയിലെ 1, വയനാട് ജില്ലയിലെ 3, മലപ്പുറം ജില്ലയിലെ 3 അടക്കം 7 മണ്ഡലങ്ങളും വന്യജീവിയുടെ കടന്നാക്രമണമുള്ള പ്രദേശമാണ്. മലയോര കർഷകർ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. വലിയ ദുരന്തം അനുഭവിക്കുന്ന പ്രദേശമാണ്. ആ ജനങ്ങളുടെ മുമ്പിലേക്കാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന രാഹുൽ ഗാന്ധി വന്നാൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അത് പരിഹാരം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്ന രാഹുൽ ഗാന്ധി കൃത്യമായി പ്രസംഗിച്ചത് അതേ വാക്കുകൾ തന്നെയാണ്. ഈ വന്യജീവികളിൽ നിന്ന് മനുഷ്യർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നിയമം കൊണ്ടുവരും. ഇന്ത്യൻ പാർലമെന്റിൽ ഇത്രയും കാലം ഇവർ പാർലമെന്റ് മെമ്പർ ആയിരിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ടുവന്നോ? ഒരക്ഷരം ഇതിനെതിരെ പറഞ്ഞോ? മാത്രമല്ല, ആരാ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ ഈ വന്യജീവികൾക്ക് തൊടാൻ പാടില്ല, പന്നിയെ വെടിവെക്കാൻ പാടില്ല, വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല, എന്തിന് തെരുവ് പട്ടിയെ പോലും തൊടാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന് മനേകാ ഗാന്ധി അടക്കം കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് BJP അതേപോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാത്രമല്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണല്ലോ. ആ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എണീറ്റ് നിന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും പ്രസംഗം അവസാനിപ്പിക്കണം, പ്രതിപക്ഷ നേതാവിന് വേണ്ടി വഴിയൊരുക്കണം. പക്ഷേ വഖഫ് ബില്ലിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, പാർട്ടി വിപ്പുണ്ടായിട്ട് പോലും ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷ നേതാവിനെ ഞാൻ കണ്ടത്. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ ഈ വന്യജീവി ശല്യത്തെക്കുറിച്ച്? വയനാട്ടിൽ തന്നെയുള്ള നമുക്കറിയാം രാത്രികാല യാത്രാ സംബന്ധമായ പ്രശ്നങ്ങൾ. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസും സംസ്ഥാന സർക്കാരും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് 2 കൂട്ടർക്കും ആവശ്യമായ കാര്യം കേന്ദ്രത്തോട് സംസാരിക്കാൻ ഇന്ന് വരെ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിലമ്പൂരിലുള്ളവരോട് പറയാണ്, ഇത് വന്യജീവി ആക്രമണത്തിൽ നിന്ന് തടയണമെങ്കിൽ നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കണം. അങ്ങനെയാണല്ലോ ഒരു കുട്ടിയുടെ ദാരുണമായ മരണം ഉണ്ടായിട്ട് ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് ഈ വന്യജീവി ശല്യത്തിന്റെ പേരിലല്ലേ? സാന്ദർഭികമായി രസകരമായ ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ഈ വന്യജീവി ശല്യത്തെക്കുറിച്ച് പ്രധാനമായി പറയുന്ന ഒരു വിദ്വാനാണ് അൻവർ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്, ആനകളുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ബംഗാളിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് നൽകി എന്നതിനപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായി നേരത്തെ കോൺഗ്രസ് ജയിച്ച നേരത്തെ VV പ്രകാശിന് കിട്ടിയ വോട്ട് പോലും ആർക്ക് കിട്ടിയിട്ടില്ല? ആര്യാടൻ ഷൗക്കത്തിന്റെ ജയത്തിൽ കിട്ടിയിട്ടില്ല. ജയമെന്ന് പറഞ്ഞാൽ ഒരു വോട്ടിനാണെങ്കിലും ഒരു വോട്ടിന് ജയമാണ്. ആ ജയത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ജനവിധി അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ മാർഗമില്ല. എവിടെയാണ് പഴിച്ചത് എന്നെല്ലാം കണക്കൂട്ടുക എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്ങനെയാ LDFന്റെ വോട്ട് 1 ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല. LDFന്റെ വോട്ട് എവിടെയാ കുറഞ്ഞത്? LDFന് കഴിഞ്ഞ തവണ LDFന് കിട്ടിയിട്ടുള്ള വോട്ട് CPM വോട്ടിന് 1 ഇഞ്ച് കുറഞ്ഞിട്ടില്ല. അൻവർ വന്നപ്പോ അൻവറിന്റെ വോട്ടുമായി അൻവർ തിരിച്ചുപോയി. 2011 LDFന് കിട്ടിയത് 60,733 വോട്ടാണ്. ഇപ്പൊ സ്വരാജ് കിട്ടിയത് 66,660 വോട്ടാണ്. അതാണ് LDFന്റെ വോട്ട്.
അൻവർ ആ വോട്ടിന് മുകളിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ് 2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കാണ് മത്സരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് മനസ്സിലാക്കണം. നിലമ്പൂരിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 1965 സഖാവ് കുഞ്ഞാലി ആദ്യമായിട്ട് ജയിക്കുന്നത്. എങ്ങനെയാ ജയിച്ചത്? എല്ലാ പാർട്ടികളും കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചപ്പോ സഖാവ് കുഞ്ഞാലി ജയിച്ചു. അത് ആ നിയമസഭ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഞാൻ അതിന്റെ ചരിത്രത്തിൽ കിടക്കുന്നില്ല. 67 സപ്തകക്ഷി മുന്നണിയിൽ, മുസ്ലിം ലീഗ് അടക്കമുള്ള സപ്തകക്ഷി മുന്നണിയിൽ സഖാവ് കുഞ്ഞാലി വീണ്ടും ജയിച്ചു. പിന്നെ എവിടെയാ ജയിക്കുന്നത്? ചൗഫീഖിന്റെ പാർട്ടിയായ ഇപ്പോ ആന്റണിയുടെ പാർട്ടി, ആര്യാടൻ മുഹമ്മദിന്റെ പാർട്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോ ഒരു പരാജയത്തെയും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. ജയിച്ച് അധികാരത്തിൽ തന്നെ ഇരിക്കണം. അധികാരം ഇന്ദിരാഗാന്ധിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയെ ഉപേക്ഷിച്ച് അവരുണ്ടാക്കിയ പാർട്ടി ആന്റണി കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിനെ വിളിക്കുക. ആ ആന്റണി കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്നപ്പോ സി ഹരിദാസ് ജയിച്ചു. അവിടെ പിന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി. അന്ന് പാർലമെന്റ് മണ്ഡലമായിരുന്ന പട്ടാമ്പിയിൽ മത്സരിച്ചിരുന്ന ആര്യാടൻ തോറ്റു. പക്ഷേ നായനാർ മന്ത്രിസഭയിലേക്ക് കോൺഗ്രസ് ആര്യാടന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ജയിച്ചത് എങ്ങനെയാ? ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോ അധികാരക്കൊതിയുള്ള ഇവർ അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി. അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ജില്ലാ പ്രസിഡന്റായിരുന്ന ഇന്നത്തെ സഖാവ് ടി കെ ഹംസ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാർക്ക് സീറ്റ് കൊടുത്തപ്പോ മലപ്പുറം ജില്ലയിലെ ടി കെ ഹംസക്ക് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു. ഇടതുപക്ഷം പിന്താങ്ങി. അങ്ങനെ ഇടതുപക്ഷം ജയിച്ചു. ഇനി അതിനുശേഷം ജയിക്കുന്ന എന്നാണ് 2016 തെരഞ്ഞെടുപ്പിൽ VV പ്രകാശ് എന്ന് പറയുന്ന കളങ്കമില്ലാത്ത കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. ആ കോൺഗ്രസ്സുകാരന് സീറ്റ് ഉറപ്പിച്ചപ്പോൾ ആര്യാടൻ മുഹമ്മദ് മകന് വേണ്ടി പേര് വെട്ടി. VV പ്രകാശ് തിരിച്ച് നിലമ്പൂർ ഇറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ആനയിച്ചു. മുൻ കോൺഗ്രസ്സുകാരനായ അൻവർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നു. അങ്ങനെയാണ് അൻവർ ജയിക്കുന്നത്. കഴിഞ്ഞ തവണ VV പ്രകാശിന് സീറ്റ് കൊടുത്തു. ആര്യാടൻ വിഭാഗം എതിർത്തു. ഇടതുപക്ഷ തരംഗമുണ്ടായിട്ട് പോലും 2000 ചില്ലാനം വോട്ടിനാണ് അൻവർ ജയിച്ചിട്ടുള്ളത്. അവിടെ CPMന്റെ അടിസ്ഥാന വോട്ട് ഞാൻ പറഞ്ഞല്ലോ 2011 ആ സമീപകാലത്തുള്ള വോട്ടുകൾ നോക്ക്. 2011 മുമ്പുള്ള സ്വതന്ത്രന്മാരെ നിർത്താത്ത CPM മാത്രം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ 60,000ന്റെ ചുറ്റുവട്ടത്താണ് CPMന്റെ വോട്ട്. ആ വോട്ട് ഇപ്പോ 66,660 വോട്ട്. ഒരു ഇഞ്ച് വോട്ട് കുറഞ്ഞിട്ടില്ല. അൻവറിന്റെ വോട്ടുമായി അൻവർ വന്നു, അൻവറിന്റെ വോട്ടുമായിട്ട് അൻവർ പോയി. ഇവിടെ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി? കോൺഗ്രസിന് കഴിഞ്ഞ തവണക്കാളും എത്ര വോട്ട് കുറഞ്ഞു? അത് നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ VV പ്രകാശിന് കിട്ടിയതിനേക്കാൾ 520 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. 520 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് എന്താ പറയുന്നത്? ഭരണപക്ഷ വികാരമാണ്. നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഭരണത്തിനെതിരാണ്. ഇടതുപക്ഷത്തിനെ കഠിനമായി വിമർശിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ മീഡിയ വൺ ഇന്നലെ കാണിച്ചു. അവർ ഒരുപാട് ആളുകളോട് ചോദിച്ചപ്പോൾ ആരും ഭരണവിരുദ്ധ വികാരം പറഞ്ഞിട്ടില്ല. അവരെ ആശ്രയിക്കേണ്ട. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഈ 520 വോട്ട് കുറഞ്ഞതാണല്ലോ കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഒരു വോട്ട് കോൺഗ്രസിന് അധികം കിട്ടിയാൽ ആ ഒരു വോട്ട് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാ. അൻവറിന് കിട്ടിയ വോട്ട് എങ്ങനെ ഭരണവിരുദ്ധ വികാരമായ? അൻവർ ആദ്യം പിണറായി സത്തെ എതിർത്തു. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായി അൻവർ എതിർത്ത ആരാണ്? സതീശിനെ എതിർത്തത്, UDFനെ എതിർത്തത്, ഷൗക്കത്തിനെയാണ് എതിർത്തത്. തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അൻവർ ഷൗക്കത്ത് ജയിക്കണം എന്ന് പറഞ്ഞത്. അതുവരെ അൻവർ പറഞ്ഞിട്ടുള്ളത് VD സതീശനെതിരെയാണ്, ഷൗക്കത്തിനെതിരെയാണ്. അപ്പൊ അൻവറിന് കിട്ടിയ വോട്ട് ഏതൊക്കെയാണ്? PV ഷൗക്കത്തിനെതിരെയുള്ള വോട്ടാണ്, സതീശനെതിരെയുള്ള വോട്ടാണ്. വേണമെങ്കിൽ നിങ്ങളുടെ വാദത്തിൽ അൻവർ ആദ്യം ഉന്നയിച്ച മറ്റേ വോട്ടും പറയാം. പക്ഷെ കോൺഗ്രസിന്റെ ജയം, UDFന്റെ ജയം, ഇത് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൂടണം. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് 520 വോട്ട് കുറഞ്ഞു. എന്താ നിങ്ങൾക്ക് അതിന് പറയാനുള്ളത്?